2048 എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേലിന്റെ അവസാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ. അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ഏറ്റവും ദുബായിൽ ഒരു മനുഷ്യന് പട്ടിണി സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ഉന്നതമായ ജീവിതം നയിക്കുന്ന സിറിയക്കാർ. ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിടാക്കി കുടിക്കുന്നത്. എന്തുകൊണ്ട്? ഇവരെ ആവശ്യമുണ്ട്. ഡമസ്കസിലാണ് ആൺകുട്ടി ഇറങ്ങി വരിക. അപ്പൊ ആളുണ്ടാവണം. സുഖലോലുപരാണെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസ് ഉള്ള രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്കയെ പോലും വെല്ലുന്ന സൗകര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് 70 ദിവസം കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? പഠിക്കണം. അതേസമയത്ത് ഞങ്ങൾ ഇനിയും കൊല്ലക്കണക്ക് യുദ്ധം ചെയ്യും എന്ന് ഫലസ്തീനികൾ പറഞ്ഞു. എന്തുകൊണ്ട്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നഷ്ടം ഇസ്രായേലിന് സംഭവിക്കാൻ പാടില്ല. അറബ് സമൂഹം ഒന്നടങ്ങി വന്നപ്പോൾ 6 ദിവസം കൊണ്ട് യുദ്ധം പൊടിയാക്കി തീർത്ത് ഇനി ഒരിക്കലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് അറബ് സമൂഹത്തെ ഓടിച്ചവർ ഇസ്രായേലിൽ 1967. അതിന്റെ പേര് തന്നെ 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം. ആരൊക്കെയായിരുന്നു അന്ന് ഇസ്രായേലിനെതിരിട്ട്? അന്ന് ആരൊക്കെ ഇസ്രായേലിനെതിരിട്ടത്? ഈജിപ്ത് എന്ന് പറഞ്ഞാലേ എന്താണ് വിചാരിച്ച്? ഈജിപ്ത് ഒരു എന്താ പറയുക, അധികാരത്തിന്റെ ശക്തിയുടെ ഒരു രാജ്യമാണ് ഈജിപ്ത്. എന്താ പറയാ, ജോർദാൻ, ലബനാൻ, സിറിയ, ഇവരെല്ലാവരും കൂടി എതിരിട്ടു. വേറെയും പല രാജ്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ്. ഈ രാജ്യങ്ങളെല്ലാം എതിരിട്ടിട്ട് ഒന്നാം ദിവസം തകർത്തു. അറബ് രാജ്യങ്ങളെ. അന്ന് ഇത്ര ആയുധം ഇസ്രായേലിന്റെ കയ്യിലില്ല. അന്ന് ഫ്രാൻസിന് വിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. ഫ്രാൻസിനും റഷ്യക്കുമൊക്കെ മനസ്സിലായില്ലേ? ഫ്രാൻസിനും റഷ്യക്കും എല്ലാം ആവശ്യത്തിനുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഏത്? ഈജിപ്ത്. ആ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ തോറ്റു. 6-ാം ദിവസം നമ്മൾ യുദ്ധത്തിൽ ഇവര് ഇനി തല്ലരുതേന്ന് പറയാനുള്ള ദിവസമാണ് 6-ാം ദിവസം. 1-ാം ദിവസം തോറ്റു. ഇന്ന് 7 ദിവസം കഴിഞ്ഞു. ആരെവിടെ അടിക്കണുള്ളൂ? അറബ് രാജ്യങ്ങൾ അടിക്കണില്ല. ഒരു സംഘടന, ഹമാസ് ഒരു സംഘടന. ഹമാസിനെ അനുകൂലിക്കാത്ത ആളുകൾ ഫലസ്തീനിലുണ്ട്. ഫതഹുള്ളയുണ്ട്. അവർ ഹമാസിനെ അംഗീകരിക്കില്ല. ഫതഹുള്ളാനോട് യുദ്ധം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? മനസ്സിലായി പറഞ്ഞത്. അത് അടക്കമുള്ള സംഘങ്ങളോട് യുദ്ധം ചെയ്താണ് ഇവര് ഈ ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത്. ഈ പാർട്ടി ഹമാസ് പിടിച്ചെടുക്കുന്നത്. PLO ഉണ്ട്, വേറെ പലതും ഉണ്ട്. അപ്പൊ അവിടെയുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടന മാത്രമാണ് എന്ത്? ഒരു രാജ്യം മൊത്തത്തിലും അല്ല. ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അധികാരികൾ ഹമാസാണ് എന്നെയുള്ളൂ. അതേസമയം ആ രാജ്യത്തെ ഹമാസിനെ അനുകൂലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സംഘടനകളുമുണ്ട്. എന്നിട്ടും 6 ദിവസം കൊണ്ട് അറബ് സമൂഹങ്ങളെയും രാജ്യങ്ങളെയും വലിയ അധികാരവും വിമാനങ്ങളും സൗകര്യങ്ങളും എന്താ പറയാ വലിയ ആയുധങ്ങളും എല്ലാമുള്ള രാജ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് തോൽപ്പിച്ചിട്ട് 6-ാമത്തെ ദിവസം ഇനി അടിക്കരുതാണ് കരിഞ്ഞു പറഞ്ഞു. അതിനേശം അറബികൾ അങ്ങനെ ഒരു കാര്യത്തിന് മെനക്കെട്ടിട്ടുമില്ല. അതേ സമയത്ത് അതിന്റെ 100 ഇരട്ടി അല്ല 1000 ഇരട്ടിയല്ല ഇപ്പോൾ അവരെ കയ്യിലായിട്ടുള്ളൂ. അധികാരം, ശക്തി, സ്വാധീനം എല്ലാം ഉണ്ട്. 70 ദിവസം നിന്നിട്ടും കിടക്കുകയാണ്. ഒരു സംഘടനയോ ഒരു ചെറിയ സംഘടന അവർ പറയുന്നു ഞങ്ങള് ഒരിക്കലും തളർന്നിട്ടില്ല, ഞങ്ങൾ തളരൂല്ല, ഞങ്ങൾക്ക് ഇനിയും എത്രയും യുദ്ധം ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതില് ഹമാസ് തോറ്റാൽ തന്നെ ഇസ്രായേൽ പരാജയപ്പെടും. പിന്നീട് എന്തുകൊണ്ട്? ഒരു ജനത കഷ്ടപ്പെട്ടപ്പോൾ അവർ അതിജയിക്കാൻ പഠിച്ചു.
ഒരു ജനത സുഖലോലുപന്മാരായപ്പോൾ അവര് പുറത്തിറങ്ങാതിരിക്കാനും പഠിച്ചു. ഇന്റർനാഷണൽ മീഡിയ ഇന്നലെ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഒരു ഇസ്രായേൽ പട്ടാളക്കാൻ യുദ്ധത്തിന് പുറപ്പെടാം. അപ്പോൾ അയാൾ പിന്നെ ഒരു പോക്കറ്റിൽ ഇവിടെ ഫെറാൻ ലൗലി പോലത്തെ ഫെറാൻ ലൗലി പോലെ ഫെറാൻ ലൗലി എന്നാണ് മനസ്സിലായത്. അതായത് പെണ്ണുങ്ങൾ ചുറുക്കിന് തേക്കണം. ഈ പോക്കറ്റിനെടുത്തിട്ട് ഇവിടെ കണ്ണാടിക്ക് നോക്കി പിന്നെ മറ്റേതെടുത്തിട്ട് വീണ്ടും വീണ്ടും തേച്ചു. ഇവിടുത്തെ പോണേ പുതിയ പിള്ളേർക്കകത്താണോ എടുക്ക. ആ ജനത തോൽക്കും, ആ ജനത തോറ്റേ തീരും. വളരെ സത്യം ഞാനിപ്പോൾ ആലോചിച്ചിട്ട്. ഈ ജനത ജയിക്കും, പക്ഷെ അറബികൾ തോൽക്കും. എന്തുകൊണ്ട്? അറബികൾ സുഖലോലുപരാണ്. ഇവർ ജയിക്കും, ഇവർ ഷാമികളാണ്. 1900 ശേഷം ഒരു 3-4 രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് കണക്കില്ല. അതൊരു അനിവാര്യതയാണ്. അന്ന് നമുക്കത് വേദനയാണ്, ചിഹ്നിത അനിവാര്യതയാണ്. ഏതാണ് രാജ്യങ്ങൾ? ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്, മനസ്സിലാണല്ലോ പറയുന്നത്. ഒന്ന് ഫലസ്തീൻ, ഒന്ന് ഇറാൻ. 80കൾക്ക് ശേഷം അവർ കഷ്ടപ്പെടുക. വലിയ കഷ്ടപ്പാട്. 979 അവര് അമേരിക്കൻ താല്പര്യമുള്ള ഖദർ രാജവംശത്തെ ഷാപ്പാ നബിയെ തോൽപ്പിക്കുന്നത്. 979 അന്ന് മുതൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരുതായി മാറി ഇറാനികൾ. 10-43 കൊല്ലം അന്ന് മുതൽ നിരന്തരമായ യുദ്ധമാണ് ഇറാൻ. പിന്നെ നിരന്തരമായ യുദ്ധങ്ങൾ വന്നു. ഗൾഫ് വാറോടുകൂടെ സിറിയയിൽ 2000 ശേഷം അത് ശക്തമായി. ഇറാഖ് അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ഏറ്റവും ദുബായിൽ ഒരു മനുഷ്യന് പട്ടിണി സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ഉന്നതമായ ജീവിതം നയിക്കുന്ന സിറിയക്കാർ. ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞി നൽകി കുടിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഇവരെ ആവശ്യമുണ്ട്. ഡമസ്കസിലാണ് ആൺകുട്ടി ഇറങ്ങി വരിക. അപ്പോൾ ആളുണ്ടാവണം. സുഖലോലുപരാണെങ്കിൽ ഒരു ജമാഅത്തിനെ തിരിച്ചു. അവർക്ക് അവരെ അമ്മാനെയും ബാപ്പാനെയും കൊന്നിട്ടുണ്ട്. അവരെ ഭാര്യ അവരെ മുന്നിലിട്ട് റാപ്പ് ചെയ്ത് കൊന്ന് കണ്ടോരാണ്. അപ്പൊ അവർക്ക് നേതാവിന് മാത്രമേ ആവശ്യമുള്ളൂ. നേതാവ് വന്നാൽ തന്നെ ഇവരിക്കും എപ്പോഴാണ് നമ്മൾ പോണത്? ഇല്ല, നാളെ രാവിലെ പുറപ്പെടും. ഓ, എന്നാ പുറപ്പെടാം. ഞങ്ങൾ പോണില്ല. അവിടെ ഒതുക്കും. ഇങ്ങനെ ഈസാ നബി ഇറങ്ങി വന്നു. ദുബായിലെ ഈസാ നബി ഇറങ്ങി വന്നു നോക്കുക. ദുബായിലാണ്, ഡമാസ്കസിലല്ല. സിഗ്നൽ കിട്ടില്ല. കരിപ്പൂരിൽ ഇറങ്ങുന്ന പ്ലേറ്റിന് സിഗ്നൽ കിട്ടാതെ നെടുമ്പാശ്ശേരി ഇറങ്ങലുണ്ടല്ലോ. ആകാശത്ത് ഇറങ്ങി വരുന്ന ഈസാ നബിക്ക് ഡമാസ്കസിൽ സിഗ്നൽ കിട്ടില്ല. സങ്കല്പിച്ചാളി നടക്കൂല, കാര്യമല്ല. സങ്കല്പിക്കാലോ. ഡമാസ്കസിൽ ഇറങ്ങുന്ന ഈസാ നബിക്ക് സിഗ്നൽ കിട്ടാതെ കൊണ്ട് ദുബായിലാണ് ഈസാ നബി ഇറങ്ങിയതെങ്കിലോ? ഇറങ്ങിയപ്പോൾ തന്നെ ഈസാ നബി പറഞ്ഞു, ഇതാ ഞാൻ ഈസാ നബിയാണ്, ഞാൻ യേശു ക്രിസ്തുവാണ്, ഞാൻ ഈസാ നബിയാണ്. ഇതാ നമ്മൾക്ക് അനീതി നാടാകെ നടന്നിരിക്കുന്നു. പള്ളിയിലുള്ളവരെ അസർ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ജമാഅത്ത് കഴിഞ്ഞാൽ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 10 വാക്യവും. ഈസാ നബി വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് പാഞ്ഞു വന്ന 10 അറബികൾ വാക്യാവൂല. എന്തുകൊണ്ട്? ചണ്ടികളാണ് അറബികൾ. അവർക്കൊരു ചരിത്രമില്ല. ചണ്ടികളാണ് അവർ. അവർക്കൊരു ചരിത്രമുള്ളത് അവർക്കൊരു നേതാവിനെ കിട്ടിയെന്നത് മാത്രമാണ്. പക്ഷെ നേതാവിനെ അവർ പുറം ഭാഗത്ത് മാത്രമേ സ്വീകരിച്ചുള്ളൂ, അകത്ത് സ്വീകരിച്ചില്ല. ഒന്നുമില്ല. അതേസമയത്ത് കുർദികളുടെ വന്നതെങ്കിലോ, ഡമാസ്കസ് നടുവിലാണ് വന്നതെങ്കിലോ, ഫലസ്തീനിലാണ് ഇറങ്ങിയതെങ്കിലോ ഒരു പോവനല്ല. എന്തുകൊണ്ട്? യുദ്ധവും 1,35,00,000 ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ശരി, 2 ചെല്ലാൻ കൂടിയുള്ളൂ. 1,35,00,000 നാടുമില്ല, വീടുമില്ല. എന്ത് ചെയ്യും? അവർക്ക് എവിടേക്ക പോകണേ? എന്താ പറയാ? അൽഹംദുലില്ലാ, ഞാൻ എത്ര കാലായി നിങ്ങളെ കാത്തിരിക്കണം. വന്നല്ലോ, ആയിക്കോട്ടെ, പരി പോയി കഞ്ഞി കുടിച്ച് പോയി. നമുക്ക് ദൂരം പോകാണ്ട്. കഞ്ഞിയൊന്നുമില്ല, പോവാ.
നിങ്ങൾക്ക് കുഴക്കില്ലെങ്കിൽ പോകാം, ഞങ്ങൾക്ക് കുഴക്കില്ല. മനസ്സിലായ പറഞ്ഞത്? ഏത് ചണ്ടിയും തിക്താനുഭവങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞാൽ തയ്യാറാവും. ഏത് ചണ്ടി ഈ അറബിയോട് നന്നാവും. അവർക്ക് എന്ത് വേണം? തിക്താനുഭവങ്ങൾ ഉണ്ടാവും. പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഒരു സുഖലൂര് പറയാം. മരത്തിന്റെ കൂട്ടത്തിൽ അരക്കായ്ക്ക് പറ്റാത്ത മരമാണ് റബ്ബർ. ആർക്കായി പറ്റില്ല. ഒരു ഫർണിച്ചർ, ദുനിയാവിലെ ഒരു ഫർണിച്ചറിനും പറ്റാത്ത മരമാണ് റബ്ബർ. ദുനിയാവിലെ ഒരു അരക്കാശിന് പറ്റാത്ത ഒരു മരം ഉണ്ടെങ്കിൽ അത് റബ്ബറാണ്. ഒന്നേ പറ്റൂല. ആ വിറകാക്കാൻ വരെ പറ്റൂല. എന്തുകൊണ്ട്? അടുപ്പിലൊരു കൊള്ളി വെക്കുമ്പോഴത്തിന് കത്തിത്തീരും. റബ്ബറിന്റെ വിറക് കൊണ്ട് ഒരാൾ കത്തിക്കാൻ ഒരുങ്ങാണ് എങ്കിൽ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കണം. എന്തുകൊണ്ട്? വിറകിന്റെ കൊള്ളി വെക്കുമ്പോൾ കത്തിത്തരുന്നേ. പൊതുവെ അതിന്റെ ഉള്ളിൽ റബ്ബർ ഉണ്ടല്ലോ. മനസ്സിലായി പറഞ്ഞത്? അതേ റബ്ബർ കൊണ്ടുവന്നിട്ട് വുഡ് കോംപ്ലക്സിന്റെ സ്റ്റീമിന്റെ ഉള്ളിലേക്ക് കയറ്റും. അവിടെ ഇട്ടൊരു പുഴുങ്ങൽ പുഴുങ്ങും. ആരെ? കള്ള കാലട ഒന്നിനെ പറ്റാതെ കള്ള നടന്നു അറ്റപ്പും. ഈ ഇത്ര വലിപ്പല്ല റബ്ബർ തടി എന്താവെന്നറിയോ? ആ സ്റ്റീമിന്റെ ഉള്ളിലേക്ക് കയറ്റി നടക്കുമ്പോഴത്തിന് ഇത്രയും. അതുകൊണ്ടുണ്ടാവുന്ന നമ്മളെ ഈ ഒരുപാട് ഫർണിച്ചർ, പല ഓഫീസുകളിലെ മേശകൾ മുഴുവൻ എന്താ? റബ്ബർ. അതെന്തേ? അത് എന്തിനും ജയിക്കും. ഏത് വെള്ളത്തിലിട്ടാലും അത് ആശാവൂല, പൊതുവില്ല, ദ്രവിക്കൂല പെട്ടെന്നൊന്നും. എന്തേ? റബ്ബറല്ലേ? റബ്ബറാണ്. പിന്നെ മുപ്പർ ഇങ്ങനെ ആയത്? മുപ്പർ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് യുദ്ധങ്ങളാണ്. ഈസാന് വരാനായിട്ടുണ്ടെന്നും മെഹദീമേന് വരാനായിട്ടുണ്ടെന്നും മനസ്സിലാകാത്തത് നമുക്ക് ഈ മുസ്ലിം സമുദായത്തിൽ മാത്രമാണ്. നമ്മളിൽ ആ ചർച്ചയില്ല. ജുൽമക്കറിയാം. 2048 എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ലാണ് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ അവസാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ. പോപ്പ് ഫ്രാൻസിസ്, ദി ലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വാങ്ങട്ടെ നോക്കട്ടെ പോയിട്ടുണ്ട് തിരിച്ചു തന്നിട്ടില്ല. അതാരാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. എന്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു. ഒരാൾ ദുബായ് മാർക്കറ്റിൽ നിന്ന് മറ്റേ വാങ്ങിക്കൊണ്ടുവന്ന് ഈ പുസ്തകം എനിക്ക് തന്നു. ആ പുസ്തകം ഒരാൾ ഇടക്കാലത്ത് എന്നിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. കൈവശമുള്ളവർ തിരിച്ചു തരണം എന്ന് അപേക്ഷിക്കും. ആരാന്നറിയില്ല, ചിലപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടത്തിലുണ്ടാവും. പോപ്പ് ഫ്രാൻസിസ്, ദി ലാസ്റ്റ് പോപ്പ്, അവസാനത്തെ പോപ്പ് ആരാണ്? ഫ്രാൻസിസ് ആണ്. ഇത് കഴിഞ്ഞ ലോകാവസാനം. ചർച്ചയില്ലാത്തൊരൊറ്റ വർഗം മുസ്ലിമീങ്ങൾ മാത്രമാണ്. അതിന് കാരണം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. അത്തരം വിഷയങ്ങളിൽ പഠനം നടത്താൻ പണ്ഡിതന്മാർ തയ്യാറാവുന്നില്ല. അതിന് കാരണം സുഖലൂര് പറയാണ്. അപ്പോൾ പിന്നെ ജൂതന്മാരും മറ്റുള്ളവരൊക്കെ ഇതിൽ പഠനം നടത്തുന്നതോ ഒരുതരം ഭയമാണ്. എന്തുകൊണ്ട്? ഒന്നുമല്ലാത്ത കൂട്ടർ ലോകത്തെ ജയിച്ചടക്കാൻ പോകുന്നുണ്ടോ എന്ന് ഭയം. നമുക്കതൊന്നും വിഷയമില്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാൾ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മറ്റേ എന്നാലിന്റെ കിതാബില് ഹിജ്റ 1900-ലാണെന്നാണല്ലോ കാണാം. പോയപ്പോ ഞാൻ 500 കൊല്ലം കൂടി മന്തി കഴിഞ്ഞിട്ട് കൂടി. 500 കൊല്ലമൊക്കെ ഭൂമിക്ക് ഇനി ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഒരാളും ഈസാ നബി ഒന്നും എന്തില്ല. നിങ്ങൾ ബാസറിന്ന് വന്നാൽ മതി, ജനങ്ങൾ പറയും. ഇന്നലെ 2 ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു. 2 ചെറുപ്പക്കാർ, 2 വലിയക്കാർ. എന്റെ പെണ്ണിട്ടല്ല, എന്താ പ്രശ്നം? പെണ്ണിനെ പ്രസവിക്കുന്നു. പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നു. കേരളത്തിലെ 30% സ്ത്രീകൾക്കും വിവാഹത്തിൽ താല്പര്യമില്ല. പെണ്ണുങ്ങൾ നാട്ടിലുണ്ട്, പെണ്ണുങ്ങൾ നാട്ടിലില്ലേ? ഉണ്ട്. പെണ്ണുങ്ങളുണ്ട്, വിവാഹത്തിൽ താല്പര്യമില്ല. ഒരു സിനിമ നടിയാണെങ്കിലും വിവാഹിതയായി കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. വിവാഹിതയാവുക. ഒരു സിനിമാ നടൻ വിവാഹിതനായി എന്നാണ് അവൻ ഒരു പരിധിയിൽ ഒതുങ്ങിയല്ലോ, വിട്ടിട്ടാക്കിയ ഒരു കാളെ പോലെയല്ലോ. ഒരു സിനിമാ നടിയാണ് വിവാഹിതയായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതാരോ ആട്ടെ, ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഏതൊരു ജനതയിലും വിവാഹത്തെ നമ്മൾ സന്തോഷിക്കണം. വിവാഹത്തിന് വിളിച്ചാൽ പോകണം. അത് ആരും വിളിച്ചാൽ പോകണം. എന്തുകൊണ്ട്? വിവാഹം എന്നാൽ ഒരു പരിധിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്?
ഒരു കുടുംബം, വിവാഹിതരായ ഒരു ഭാര്യ ഭർത്താവ് ഇസ്ലാമിൽ പ്രവേശിച്ചാൽ നിക്കാഹ് മടക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഏതൊരു ജനത്തിന്റെയും വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കും. ഇസ്ലാം അംഗീകരിക്കാത്ത വ്യഭിചാരം മാത്രമാണ്. അത് പൂമാലിട്ട് നിക്കാഹ് ചെയ്തതാണ്. ഇനി തുക വരേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, അത് അംഗീകരിക്കും. എന്തുകൊണ്ട്? ആ ജനതയുടെ ക്രിയ അങ്ങനെയാണ്. ഒരു ജനതയുടെ ക്രിയ ഒരു എന്താണ്, ഒരാണ് മുന്നിൽ നിന്ന് അവന്റെ എന്താ പറയാ മുന്താണിയുടെ ബാക്ക് പിടിച്ചിട്ട് പെണ്ണ് നടക്കലായിരിക്കാം. അത് അവരുടെ രീതി അങ്ങനെ ഇരിക്കാം. എന്നാലും അത് നിക്കാഹെ പരിഗണിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? നിക്കാഹ് എന്നത് ഏത് രീതിയിലാണെങ്കിലും അതിന് എന്തൊക്കെ രീതി വ്യത്യാസമുണ്ടെങ്കിൽ ഇസ്ലാം അംഗീകരിക്കും. അതൊരു ജനം നോക്കി നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് ഇന്നു മുതൽ അവന്റേതാണ്. അവര് നിക്കാഹു അല്യാനു, നിക്കാഹ് എന്നാൽ പരസ്യപ്പെടുത്തലാണ്. നിക്കാഹ് എന്ന വാക്കിന്റെ ഒരർത്ഥം പരസ്യപ്പെടുത്തൽ. അതായത് ഈ പുരുഷൻ ഇനി ഈ പെണ്ണിന്റേതും ഈ പെണ്ണ് ഇനി ഈ പുരുഷന്റേതുമാണ് ഒരു വ്യവസ്ഥപ്പെടുത്തുക. അവന്റെ വണ്ടിയുടെ ബാക്കിലോ അവന്റെ തൊട്ടടുത്ത സീറ്റിലോ പോകാൻ ഇനി അവൾക്കാണ് അർഹത. മനസ്സിലായില്ലേ? പിറ്റേന്ന് വേറൊരാളെ പെണ്ണിന്റെ മോട്ടോർ സൈക്കിൾ കണ്ടാലോ എന്റെ അപ്പോ എന്ത് ചെയ്യണം? ഞാൻ വേറെ പെണ്ണ് കെട്ടിയിരുന്നു സർട്ടിഫിക്കറ്റ് കാണിക്കണം, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, നീ നാട്ടിൽ കൈകാര്യം ചെയ്യും. ഇന്നലെ കല്യാണ ചോദിച്ചോടുന്നേ ഞങ്ങൾ കാണാനല്ലേ മറ്റേ ആ കുട്ടി ഇവിടുന്ന് സ്കൂളിൽ പോയിരുന്നത്? ആ കുട്ടിയല്ലേ ഇത് ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ടെന്ന്. വിവാഹം ചെയ്യാതെയാണെങ്കിലും പിടികൂടും. ഇന്ന് പിടികൂടാത്തത് ഒരു ലിബറലിസം നമ്മുടെ അടിയിൽ വന്നിട്ടാണ്. ഇന്നലെ വരെയുള്ള അങ്ങനെയല്ല. എന്താ അങ്ങനെ ചിറ്റിക്കളി? ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു പെണ്ണിനെ നോക്കണം വയ്ക്കൂല. എന്തേ എന്നാ ജോളപ്പണം പോയിക്കോ, എന്തേ അങ്ങനെ പറഞ്ഞില്ലേ? ആ കളി ഇവിടെ നടക്കൂല. ഇത് കുതിരയുടെ മറ്റേ സ്ഥലമല്ല, ഇവിടെ ആണുങ്ങളുണ്ട് അറിയില്ലേ? എത്ര പറഞ്ഞിരുന്നു? അപ്പൊ നിക്കാഹ് എന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കണം. അതേത് മതാണെങ്കിലും. മതല്ല, മതമില്ല. ഒരു മതമില്ലാത്ത ജനതയും അവർ നിരീശ്വരവാദികളാണ്. പക്ഷെ വിവാഹിതരാവുന്നു, അതിനെ നമ്മൾ സന്തോഷിക്കണം. എന്തുകൊണ്ട്? അതൊരു വ്യവസ്ഥപ്പെടുത്തലാണ്. മതമല്ല, അത് അവരും പഠിച്ചോ നമ്മൾ ബന്ധമാണ്. അതേസമയത്ത് ഒരു അരക്ഷിതാവസ്ഥ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കൂല. ഇന്നോ പറയും മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളല്ലേ പെണ്ണന്വേഷിക്കൂ. പെണ്ണുകളെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? പെണ്ണില്ലേ നാട്ടിൽ? ഉണ്ട്. എന്തുകൊണ്ട്? പെണ്ണിന് വിവാഹത്തിൽ താല്പര്യമില്ല. അതൊരു പ്രസനൈസേഷനാണ്. ഒരു ജയിലിലിടാൻ ഇങ്ങനെ ആവൂല. 30% 2023 30% മലബാർ എന്ന ഓണങ്കര മൂലയിൽ പെണ്ണുങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ 2035 എന്ന കൊല്ലത്തിൽ ഈ സനബി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം വരരുതെന്ന് ഒരു മെമ്മോറാണ്ടാകട്ടെ അയക്കലാണ്. നിങ്ങൾ എന്ത് വിചാരിച്ച്? ഇനി അതിൻ്റെ അടുത്തൊരു പാൻഡമിക് കൂടി വന്നാൽ പറയും വേണ്ട. ഒരു യുദ്ധം വന്നാൽ ഒരു യുദ്ധം, ഒരു പാൻഡമിക്, ഇതൊക്കെ ജനതയുടെ മാനസിക നിലവാരത്തെ വ്യത്യാസപ്പെടുത്തും. അപ്പൊ നമ്മൾ ബേജാറാകേണ്ട യുദ്ധത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതൊക്കെ പറഞ്ഞേ എല്ലാം. അതിനിടയിൽ കുറെ ആളുകൾ മരിച്ചുപോയി, അതവരെ അവധിയാണ്. യുദ്ധത്തിൽ കുറെ ആൾ മരിച്ചില്ലേ? മരിച്ചോട്ടെ. അവധിയത്തെ മരിക്കും. യുദ്ധത്തിലാവും, യുദ്ധത്തിന് പുറത്താവും, അവധി അന്നേരിക്കും. എനിക്കൊരു പരിചയക്കാരനായ തമാശക്കാരനുണ്ട്. അവൻ എന്നോട് പറയും, 1-2 പലവട്ടം പറഞ്ഞു, സുബൈസ്കരിച്ച് ഞാൻ പോരുമ്പോൾ എൻ്റെ ചങ്ങായിമാരൊക്കെ നടക്കാൻ പോകും. പ്രധാനപ്പെട്ട എൻ്റെ ഒപ്പം സുബൈക്ക് പള്ളിക്ക് അങ്ങോട്ട് പോകണേ നമ്മളെ കരയിലുള്ള പ്രധാനപ്പെട്ട 1-2 ആളുകൾ, അവര് നടക്കാൻ പോകും. എന്നെ വിളിക്കും, ഞാൻ പോകില്ല, എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം. ഇതിങ്ങനെ നടന്നോ, എവിടെയെങ്കിലും ചാടി ജീവൻ പോവും ശ്വാസം കിട്ടാതെ. കുറച്ച് നടന്നു നോക്കുമ്പോൾ ചങ്ങായി നാട് ഓടി എന്നെ വിളിക്കും. എനിക്ക് ഉറക്കായിരുന്നു, ഞാൻ നീ മരിച്ചാലും പാടില്ല, കുറച്ച് ചെയ്യാൻ പോകും. അതിൽ 2 ആളുകളിൽ ഒരാൾ പാമ്പ് പിടിച്ച് മരിച്ച് കിടക്കണീൻ്റെ ഇടയിൽ, ഒരാൾ ഓട്ടോറിക്ഷ ചുറ്റി മരിച്ച്. ഞാൻ ബാക്കിയൊന്നും ഞാൻ നടക്കാൻ പോയിട്ടില്ല. എനിക്ക് മനസ്സിലായി. മറ്റേ ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഓടുന്ന മെഷീൻ, എന്തായാലും പറയാ, ട്രെഡ്മിൽ കണ്ടുപിടിച്ച ആള് 54 വയസ്സിലാണ് മരിച്ചു. കെൻഡാക്കി ചിക്കൻ കണ്ടുപിടിച്ച ആള് 104 വയസ്സിലാണ് മരിച്ചു. അതൊക്കെ തിന്നണ പണിയായിരുന്നു. ലോകത്ത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടാന്നത്, ട്രെഡ്മില്ലിൽ ഓടിയിട്ട് വ്യായാമം ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച ആൾ 54 വയസ്സിൽ മരിച്ചു. അതൊന്നും വേണ്ട, നിങ്ങൾ തിന്നോളിന്ന് ഓടിപ്പിച്ച ആള് 104 വയസ്സിൽ മരിച്ചു. സിഗരറ്റ് കണ്ടുപിടിച്ച ആൾ 104 വയസ്സിൽ മരിച്ചു.
ഇതൊന്നും കണക്കല്ല. അജൽ ആരെഴുതി വെക്കും? അല്ലാ. കുറച്ചാളുകൾ ഞാൻ മനസ്സിലായില്ലേ, കുറച്ചാളുകൾ അവിടെ യുദ്ധത്തിന് പോയി യുദ്ധം ഉണ്ടായില്ല, എന്നാലോ ഇതൊന്നും ജീവിക്കും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കും. അതിന്റെ അർത്ഥം യുദ്ധം ഉണ്ടാക്കിക്കൊല്ലാണെന്നാണോ? അല്ല. നമ്മൾ ഒരു കാര്യം റബ്ബിന് വിട്ടുകൊടുക്കണം. ജീവിതവും മരണവും ഒക്കെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അവര് മരിക്കേണ്ട ദിവസം അന്ന് തന്നെയാണ്. അതേസമയത്ത് അവര് അക്രമികൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കും. അവരും ഷഹീദായി മരിച്ചാൽ അവർക്ക് വലിയ കൂലിയും കിട്ടും. അവര് ദോഷങ്ങളൊക്കെ ഉള്ള ഉത്തരം പുറത്തു കൊടുക്കും. ഓട്ടോറിക്ഷത്തിൽ മരിച്ചാൽ അതുണ്ടാവില്ല. യുദ്ധക്കളത്തിൽ മരിച്ചാൽ അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കും. അതിന്റെ അർത്ഥം യുദ്ധം ഉണ്ടാക്കണമെന്നല്ല. നിങ്ങൾ സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും അയിനമാത്തക്കൂനെ യുദ്ധരിക്കുമ്പോൾ മൗത്തു, നിങ്ങൾ എവിടെ ഇരുന്നാലും മരണം നിങ്ങളിൽ എത്തിച്ചേരും. വലോ കുന്തും ഫീ ബുറൂജി മുശയ്യദ, സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും മരിക്കണ ദിവസം മരിക്കും. എന്താണ് മരിക്കും?